ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് മുരിങ്ങയില മുട്ട തോരൻ ഉണ്ടാക്കാം. അതിനായി മുരിങ്ങയില ക്ലീൻ ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട്. 4 മുട്ട എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചതച്ചിടാനായിട്ട് അരമുറി തേങ്ങ, ഉള്ളി, കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കടുക് വറുക്കാൻ ആവശ്യമായ കടുക്, മുളക്, കറിവേപ്പില, ആവശ്യത്തിന് വെളിച്ചെണ്ണ എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ചതച്ച് വച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇതിനകത്തിട്ടൊന്ന് തിരുമ്മിയെടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാ ഇലയിലും തേങ്ങ പിടിക്കും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ തിരുമ്മിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ മുരിങ്ങയിലയിലെ തേങ്ങയെല്ലാം തിരുമ്മിയെടുത്ത് ഓരോ ഇലയിലും പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ എടുത്ത് വെച്ച് മുട്ട കുത്തി പൊരിക്കാം നമുക്ക്. ഇപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്ത് വയ്ക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ഇനി കുറച്ച് ഉപ്പിടണം മുട്ടയിലേക്ക് ആവശ്യത്തിന്. കുറച്ച് മഞ്ഞൾപ്പൊടി. നമുക്ക് മുട്ട ഓരോന്നായി പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. മുരിങ്ങയില വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമാണ്. മുട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ വെറുതെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു കയ്പ്പുണ്ടാവും. പക്ഷെ മുട്ടയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ കുട്ടികൾ നന്നായിട്ട് കഴിച്ചോളും. ഇനി നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനിയിപ്പോൾ നമുക്കത് 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വയ്ക്കാം. മുരിങ്ങയില ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറക്കാം. ഇപ്പോൾ ആ മുട്ടയും ഇതെല്ലാം കൂടി യോജിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങയില മുട്ട തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മുട്ട മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.